നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്കൂളുകളിൽ അവധിക്കാലത്തിൽ മാറ്റം വരുത്തുവാനായി നിർദ്ദേശം തേടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് മന്ത്രി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ജൂൺ ജൂലൈ മാസത്തിൽ കനത്ത മഴ മൂലം കുട്ടികൾക്ക് തുടർച്ചയായി ക്ലാസുകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വിവിധ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുകയെന്നും മന്ത്രി കുറിച്ചു. കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ മൂലം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്തുണച്ചും എന്നാൽ അത്തരമൊരു മാറ്റത്തിലെ പ്രായോഗിക വെല്ലുവിളികളെ കുറിച്ചുമുള്ള പ്രതികരണങ്ങളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത്. മഴക്കാലത്ത് മക്കൾ പുറത്തുപോയി കുളത്തിലോ പുഴയിലോ കുളിക്കുവാൻ എന്ന് പറഞ്ഞു പോയാൽ അത് വലിയൊരു അപകടത്തിലേക്കാവും പോവുക. വേനലവധിയാണ് നല്ലത്. പ്രത്യക്ഷത്തിൽ ഇത് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, വേനലവധി അവർക്ക് മുറ്റത്തും പറമ്പുകളിലും മറ്റു കൂട്ടുകാരുമായി കളിച്ച് തിമിർക്കുവാൻ കിട്ടുന്ന ഒരേ ഒരു സമയം കൂടിയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാവുമ്പോൾ അവർ വീട്ടടങ്ങളിൽ അടച്ചടക്കപ്പെടും. ഇത്തരത്തിൽ മന്ത്രിയുടെ പോസ്റ്റിന് താഴെ ആശങ്കകൾ പങ്കുവെക്കുന്നത് കൂടുതലും അമ്മമാരാണ്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങൾ കനത്ത ചൂടും ജലക്ഷാമവും നേരിടുന്ന മാസങ്ങൾ കൂടിയായതുകൊണ്ട് തന്നെ ആ സമയത്ത് ക്ലാസുകൾ വെക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും കമന്റിൽ ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. 1000-ഉം 2000-ഉം ഒക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. അവിടെയൊന്നും ഭക്ഷണം വെക്കാൻ പോയിട്ട് കുടിക്കുവാൻ പോലും വെള്ളം കിട്ടാതെ കിണറുകൾ വറ്റി വരളുന്ന കാലമാണ്. ആ സമയത്ത് ആ 2 മാസങ്ങളിൽ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കുന്നത് പ്രായോഗികമേ അല്ല. ഏപ്രിൽ മാസത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചും ഇത്തരത്തിൽ നിരവധി കമന്റുകളും പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. സ്വാഗതാർഹമായ തീരുമാനമാണെങ്കിലും സ്കൂളിൽ ഓരോ ക്ലാസ് മുറിയിലും AC വേണ്ടിവരുമെന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പിന്നെ കുടിവെള്ള സൗകര്യം ഒരുക്കേണ്ടി വരുമെന്നും ആളുകൾ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.